ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് തൻ്റെ കൂട്ടുകാരിനെയാണെങ്കിൽ അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന നായിക. പിന്നീടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ തമ്മിൽ നടക്കുന്നതും അത് വെറും നോർമലായിട്ട് ഒരു അഭിഹിതമാണെന്ന് ഓർത്തിരുന്നപ്പം അതിൽ മറ്റൊരു വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പിടികിട്ടതും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 റിലീസ് ചെയ്ത കിൻസനാസ് കാട്ടാപ്പുസ എന്ന് പറഞ്ഞ ഒരു ഫിലിപ്പീനോ സിനിമയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന റെയ്ന എന്ന് പറഞ്ഞൊരു പെണ്ണിനെയായിരുന്നു. തൊട്ടുപുറകിലായിട്ട് റോണി എന്ന് പറഞ്ഞ് മറ്റൊരുത്തനാണെങ്കിൽ ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അവൻ്റെ കൂട്ടത്തിൽ ഡേറ്റിന് വരാൻ പറഞ്ഞ്. പക്ഷേ ഇവൾക്കാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പോലും അവനാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ സമയത്താണ് ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്ന ബെക്കയാണെങ്കിൽ അങ്ങോട്ട് വരുന്നതും റോണീനെയാണെങ്കിൽ നൈസായിട്ട് 2 പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതും. ബെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റയ്ക്ക് നടങ്ങേണ്ട ഒരുതിയായിരുന്നു. പക്ഷേ ചെറിയപ്പോഴത്തേക്കിന് റെയിനെയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റെയിനെയാണെങ്കിൽ ബെക്കുവിനെ അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ക്ഷണിക്കും. അവളുടെ അച്ഛനാണെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് റെയിനെയാണെങ്കിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛനോട് പറയും ബെക്കു എന്ന് പറഞ്ഞൊരു പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്ക് അവളും വരുന്നുണ്ടെന്ന്. അങ്ങനെ അവളുടെ അച്ഛനും അത് ഇഷ്ടപ്പെടും. അവളുടെ അച്ഛനും പറയും നിൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ ഉണ്ടെന്നോ നോക്കട്ടെ, വരാൻ പറയാം. അന്ന് രാത്രിയാണെങ്കിൽ റെയ്നയുടെ അച്ഛൻ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇമെയിലിൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ നഗ്നമായിട്ടുള്ള ഫോട്ടോ അയച്ചു വിട്ടേക്കുന്നത് കാണുന്നത്. ഭാര്യ കാണുന്നത് തൊട്ട് മുമ്പേ അവനാണെങ്കിൽ ലാപ്പ് അങ്ങ് അടച്ചു വെക്കും. പക്ഷേ ഒരു മിനിറ്റ് ഇവനാണെങ്കിൽ ഷോക്കായി പോകും. അതിനുശേഷം ഷോക്കൊക്കെ മാറാൻ വേണ്ടി അവനാണെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടും. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നവനാണെങ്കിൽ ഈ പിക്ക് അയച്ച് അവൻ്റെ സെക്രട്ടറിനെ വിളിച്ച് അവൻ്റെ വായി വന്നെല്ലാം വിളിച്ച് പറയും. ആ പിക്ക് കാരണം ഇപ്പോൾ അവൻ്റെ ലൈഫ് കുളവായതൊക്കെ. പക്ഷേ അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അവൾ പറയും അവളുടെ ഹസ്ബൻഡാണെങ്കിൽ അവളെ നോക്കുന്നതില്ല, ആ ഒറ്റപ്പെടൽ മാറാൻ വേണ്ടിയാ ഇവനിങ്ങനെ അയച്ചു വിട്ടതെന്ന്. പിന്നീട് അവനാണെങ്കിൽ ഒരുപാട് വർക്ക് ഭാരം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മിക്ക ദിവസം നൈറ്റ് ആണെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടി തുടങ്ങും. ആ സമയത്തൊക്കെ ഈ പിക്ക് അയച്ച അസിസ്റ്റൻ്റായിട്ടുള്ള കിരൺ ആണെങ്കിൽ അങ്ങോട്ട് വരികയും അവനോട് ഒരു ഇഷ്ടമൊക്കെയാണെന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അവനാണെങ്കിൽ ഇതിലും താല്പര്യമില്ലാത്തതുകൊണ്ട് മൈൻഡ് ആക്കാതെ വിടും. പക്ഷേ അവളാണെങ്കിൽ ഇവൻ്റെ പുറകെ നടത്തി ഇവനെ ശല്യപ്പെടുത്തി ഇവനെ വശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവളുടെ വിഷമങ്ങളൊക്കെ പറയും. അവളുടെ ഹസ്ബൻഡാണെങ്കിൽ അവളെ സ്നേഹിക്കുന്നില്ലെന്നൊക്കെ. അങ്ങനെ കിരണിൻ്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ റെയ്നയുടെ അച്ഛനാണെങ്കിൽ അവളുമായിട്ട് ബന്ധപ്പെടും. പിന്നീട് ഡെയിലി അവർ തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ഒരു ദിവസമാണ് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ അങ്ങോട്ട് കയറി വരുന്നത്. അതാണെങ്കിൽ അവന് പെട്ടെന്ന് ഷോക്കാവും. പിടിക്കപ്പെടത്തില്ലായിരുന്നു. അതിന് മുമ്പ് ഇവനാണെങ്കിൽ ഒന്നും അറിയാത്ത അവളുടെ ഭാര്യയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. അതിനുശേഷം അവനാണെങ്കിൽ അസിസ്റ്റൻറ്റുമായിട്ട് ഇച്ചിരി മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പിന്നീടാണ് ഇവൻ്റെ ബർത്ത്ഡേ പാർട്ടി വെക്കുന്നത്. ആ പാർട്ടിയിലേക്ക് അസിസ്റ്റൻറ്റും വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ പക്ഷേ അസിസ്റ്റൻറ്റിനെ ആണെങ്കിൽ അവിടെ നിന്നൊക്കെ മാറ്റി നിർത്തും. പിന്നീട് ഭാര്യയുടെയും മകളുടെയും കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകാമെന്നൊക്കെ ഓർത്തിരിക്കും. അന്നേരമാണ് മകളായിട്ടുള്ള റെയിനെയാണെങ്കിൽ ബെക്കുവിനെയും വിളിച്ചുകൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത്. അവളാണെങ്കിൽ എന്തൊക്കെയോ ഒരു രീതിയിൽ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ എന്തൊക്കെയോ പോലെ തോന്നും. പക്ഷേ ആദ്യം ഒന്നും മൈൻഡാക്കാതെ ഇവൻ വേറെ വഴിക്ക് പോകും. എന്നാൽ പിന്നീട് ഇവൻ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് ബെക്കു ആണെങ്കിൽ അവനെ മെസ്സേജ് അയക്കുന്നത്. അവൻ ആദ്യം മകളുടെ കൂട്ടുകാരിയല്ലേ എന്ന് ഓർത്ത് അത് അക്സെപ്റ്റൊക്കെ ചെയ്യും. പക്ഷെ പകുതി ആകുമ്പോഴത്തേക്കിനും അവളുടെ മെസ്സേജിൽ എന്തൊക്കെയോ പന്തികേട് പോലെ അവന് തോന്നി തുടങ്ങും. ആദ്യമേയൊക്കെ ഇവനാണെങ്കിൽ ഒഴിവാക്കാൻ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ബെക്കു ആണെങ്കിൽ നേരെ അവളുടെ ഓരോ പിക്ക് ഇവനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ ആകുമ്പോൾ ഇവൻ്റെ കൺട്രോൾ പോയി ഇവനും അതുപോലെ അനുസരിച്ച് തിരിച്ച് ചാറ്റാൻ വേണ്ടി തുടങ്ങും. പതിയെ വീഡിയോ കോളൊക്കെ വിളിക്കും. ആദ്യമേയൊക്കെ അവളുടെ റൂമിൽ ഇരുന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവൾക്കും കൺട്രോൾ കിട്ടാതെ സ്കൂളിൽ ബാത്റൂമിലൊക്കെ പോയി വിളിച്ചുകൊണ്ടിരിക്കും. ഇവനും കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു. ഇതേ സമയത്ത് റൈനിയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കിട്ട് ഈ ബാത്റൂമിൽ പോകുന്ന. അന്നേരമൊക്കെ അവൾ പറയും അവൾക്ക് ചെറിയ സുഖമില്ലെന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലാണെങ്കിൽ രാത്രി ചാറ്റിക്കൊണ്ടിരിക്കും. അന്നേരം ബെക്കുവിനാണെങ്കിൽ എങ്ങനെയും ഇവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവന് ഫാമിലി ഉള്ളതുകൊണ്ട് അങ്ങനെ അടുക്കാനൊരു താല്പര്യമൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെ ആ ചാറ്റ് ചെയ്യുമ്പോഴത്തേനും അവൻ എവിടെയൊക്കെയോ കുറ്റബോധം തോന്നിയിട്ട് അന്ന് ഭാര്യയുമായിട്ട് വീണ്ടും ബന്ധപ്പെടും. അതിനുശേഷമാണ് ബെക്കുവാണെങ്കിൽ ഒരു എന്തൊക്കെയോ അവളുടെ ചെറുപ്പത്തിലെ ട്രോമയായിട്ടുള്ള സ്വപ്നങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവളുടെ റൂംമേറ്റ് ആയിട്ടുള്ള കാല വന്ന കാര്യം ചോദിക്കും. അന്നേരമാണ് ഇവൾക്ക് ചെറുപ്പത്തിൽ അത്ര നല്ലല്ലാത്ത അനുഭവമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അവളുടെ വിഷമം കണ്ട് കാലയാണെങ്കിൽ തൽക്കാലം അവളുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ബന്ധപ്പെടും. പിന്നീട് അന്ന് രാവിലെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് റെയ്നയുടെ അച്ഛന് വീണ്ടും ബെക്കു മെസ്സേജ് അയക്കുന്നതും ഉടനെ എന്നെ കാണണമെന്ന് പറയുന്നതും. പക്ഷേ അവനാണെങ്കിൽ എന്തൊക്കെ ഒരു പേടി തോന്നിയിട്ട് ഒഴിവാക്കാൻ ഓർത്തിരിക്കും. അന്നേരമാണ് ബെക്കു ആണെങ്കിൽ അവൻ്റെ മകളുടെ കൂടെയുള്ള പിക്ക് അയക്കുന്നത് 2 പേരും വീട്ടിലുണ്ടെന്ന് പറഞ്ഞ്. ഇതാണെങ്കിൽ അവന് ഇഷ്ടപ്പെടത്തില്ല. അവനന്ന് വൈകുന്നേരം നല്ല ദേഷ്യപ്പെട്ടായിരുന്നു വീട്ടിലോട്ട് വന്നത്. അന്നേരത്തേക്കിനും ബെക്കു ആണെങ്കിൽ അവൻ്റെ ഭാര്യേനെല്ലാം കയ്യിലെടുത്ത് എല്ലാവരുമായിട്ട് നല്ലപോലെ സംസാരിച്ച് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റു വഴിയില്ലാതെ ഇവരും ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. അങ്ങനെ അവരെല്ലാം കൂടെ മര്യാദയ്ക്ക് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ബെക്കു ആണെങ്കിൽ കസേരയുടെ അടി കൂടെ ഇവനെ വശീകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇവനതൊക്കെയാണെങ്കിൽ കൺട്രോൾ ചെയ്തിരിക്കും. ഇവനാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ തീരുമാനിക്കും ഉടനെ തന്നെ വീട്ടിൽ പിടിക്കാറായി, അതുകൊണ്ട് എങ്ങനെയും ഈ റിലേഷൻഷിപ്പ് അവസാനിക്കണമെന്ന്. അന്ന് വൈകുന്നേരം ബെക്കു ആ വീട്ടിലായിരുന്നു കിടന്നത്. അവളാണെങ്കിൽ രാത്രി കഴിഞ്ഞിട്ട് ഇവനെ കാണാൻ വരും. അന്നേരമാണ് ഇവൻ പറയുന്നത് ഉടനെ തന്നെ നിർത്തണം, ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. പക്ഷേ അവളാണെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു. അവൾ പറയും ഇവർ തമ്മിൽ വീഡിയോ കോൾ ചെയ്ത വീഡിയോസ് എല്ലാം അവളുടെ തെളിവായിട്ടുണ്ട്, എങ്ങനെ ഇവൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അന്നേരമാണ് ഇവന് പിടികിട്ടുന്നത് ഇവനാണെങ്കിൽ ട്രാപ്പിലായി പോയല്ലോ, ഇനി അവൾ പറയുന്നത് കേൾക്കേണ്ടി വരുമല്ലോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ബെക്കുവാണെങ്കിൽ അവനോട് പറയും അവൾ പറയുന്ന ഹോട്ടലിലേക്ക് വരണമെന്ന്. പേടിച്ചു പോയി അവനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലും. അവിടെ വെച്ചാണെങ്കിൽ അവളുമായിട്ട് ബന്ധപ്പെടാൻ നിർബന്ധിക്കും. മറ്റ് വഴിയൊന്നുമില്ലാതെ അവനാണെങ്കിൽ അങ്ങനെ ചെയ്യും.
പിന്നീട് പല സമയങ്ങളിലായിട്ട് അവൾ നിർബന്ധിച്ച് ഇവനെ ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, കാറി വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും. ഇവനാണെങ്കിൽ ശരിക്കും വിഷമത്തോടെയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എങ്ങനെയും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് അവൻ ഓർത്തിരിക്കുമ്പോഴത്തേക്കുമാണ് ബെക്കുവാണെങ്കിൽ അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് അവനെ വിളിക്കുന്നത്. അതാണെങ്കിൽ ഒരു പ്രത്യേക മുറിയായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ എങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ബെക്കുവിനും ആരും വേറൊരു പെൺകുട്ടിയായിരുന്നു. അതാണെങ്കിൽ അവളുടെ റൂംമേറ്റ് ആയിട്ടുള്ള കാലയായിരുന്നു വരുന്നത്. ഇവനാണെങ്കിൽ ഇതെന്നാ സംഭവം ചോദിക്കുമ്പോഴത്തേക്കിനാണ് ബെക്കു പറയുന്നത് ഇന്ന് 3 പേരും തമ്മിൽ ബന്ധപ്പെടാൻ പോവുക, ഇവനാണെങ്കിൽ ഇവരെ 2 പേരും തൃപ്തിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ മറ്റു വഴിയില്ലാതെ അവനാണെങ്കിൽ അവൾ പറയുന്നത് കേൾക്കും. അങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഇവർ വൈനൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബെക്കു ആണെങ്കിൽ കത്തിയെടുത്ത് കുത്തി റെയ്നയുടെ അച്ഛനെ അവിടെ വെച്ച് കൊല്ലും. തൊട്ട് പുറകെ അവളുടെ റൂംമേറ്റ് ആയിട്ടുള്ള കാലയും കൊഴിഞ്ഞു വീണ് മരിക്കും. കാരണം ബെക്കു ആണെങ്കിൽ കാലയ്ക്ക് തൊട്ട് മുമ്പേ കൊടുത്ത വൈനിൻ്റെ അത് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും അവിടെ വെച്ച് കൊല്ലപ്പെടും. അന്നേരമാണ് ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാണിക്കുന്നത്. കാരണം ഇവളുടെ ചെറുപ്പത്തിൽ ഇവളുടെ അച്ഛൻ്റെ അടുത്തു നിന്ന് തന്നെ ഇവൾക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൾക്ക് ഇങ്ങനെ മോശം വഴിതെറ്റി നടക്കുന്ന മറ്റു പെൺകുട്ടികളുടെ അച്ഛന്മാരോടെല്ലാം ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇവളിങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇവളാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് മുഴുവൻ മെസ്സേജും ഡീറ്റെയിൽസും എല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നീട് അവൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന മറ്റ് പെൺകുട്ടികളുടെ അച്ഛന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതായിരുന്നു. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.